ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ വീഡിയോ ഗാർഡനിങ്ങോ ഒന്നുമല്ല കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ളൊരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ എന്താ വിഷയം എന്നൊക്കെ വിചാരിക്കേണ്ടാവും. ശരി, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളെ യൂട്യൂബിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ പറ്റി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ഒരു 2 പ്രാവശ്യം ഒരേമാതിരിയുള്ള വീഡിയോ സെർച്ച് ചെയ്താൽ പിന്നെ നമ്മൾക്ക് അതിൻ്റെ വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊക്കെ വിചാരിക്കും ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു പ്ലാന്റിനെ പറ്റിയുള്ള വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അതേപോലത്തെ വീഡിയോ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ വരണമെന്നുള്ളത്. പിന്നെ അതുപോലെ പിന്നെ നിറയെ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളെ പേഴ്സണൽ ഡാറ്റ, നമ്മളുടെ ഫോട്ടോസ്, നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഈ പുറത്ത് ഇങ്ങനെ ആൾക്കാർക്ക് കിട്ടണേ, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ തന്നെ ഒരു മൊബൈൽ കടയിൽ പോയിട്ട് ചോദിച്ചു ഞാനിങ്ങനെ അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവരാണ് എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു പുതിയൊരു മൊബൈൽ വാങ്ങുമ്പോൾ ഞാൻ കാണിക്കുന്ന ഈ സംഭവം ഓൺലൈനിൽ എത്ര ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് സത്യത്തിൽ നമുക്ക് അറിയില്ല. ഈ പുതിയ മൊബൈൽ വാങ്ങണ എനിക്കും നിങ്ങൾക്കും ആർക്കും അറിയില്ല അത്രയും സംഭവം. പക്ഷെ അത് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മളത് ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മളുടെ ഈ പേഴ്സണൽ ഡാറ്റയോ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോകില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ഒരു മൊബൈലിൻ്റെ സ്ക്രീനാണ് കേട്ടോ. ഈ സ്ക്രീനിൽ നമ്മളെ സെറ്റിങ്സിൽ പോവുകയാണ്. സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയി. ഇപ്പോൾ ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് താഴെ പോകുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ റെക്കമെൻഡഡ് എന്നുണ്ട് ഒരു സൈഡ് ആൾ സർവീസസ് എന്നുണ്ട്. ഈ ആൾ സർവീസസ് എന്നുള്ളത് എടുക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി കീഴെ പോകുമ്പോൾ നമുക്ക് ഒരു ആപ്പ് പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ, അങ്ങനെ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ഈ ഗൂഗിൾ മാപ്പ്, ഇത് ജിമെയിൽ, അതിൻ്റെ താഴെയൊക്കെ എല്ലാം നിറയെ ഉണ്ട് കേട്ടോ. ഡിവൈസ് കൺട്രോൾ, ഇതെല്ലാം നമ്മളെ ഓണിലതാണ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം സേഫ് ആവാൻ വേണ്ടി ഓഫ് ചെയ്യണം. ഒന്നും ഓൺ ചെയ്തരുത്, എല്ലാം ഓഫ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡീറ്റെയിൽസും ഒരു ഫോട്ടോ, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള നമ്മളുടെ ഫോണിലിരിക്കുന്ന ഡാറ്റ, മൊബൈൽ ഡാറ്റ, അതേ ഫോൺ നമ്പർ അതൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് വെളിയിലൊരാൾക്ക് കിട്ടില്ല എന്നാണ്, പുറത്തുനിന്ന് ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ പിന്നെ നമുക്ക് അതേമാതിരി ഉള്ളത് വരും. ഇതൊക്കെ ഓണിലിരിക്കുകൊണ്ട് അത്ര ഇതിങ്ങനെ വരണത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ മൊബൈലിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും യൂസ് ആവണമാരുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.